ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ഇന്ന് രാവിലെ ഇപ്പോൾ എണീറ്റു 9 മണിയായി. 6 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ. ഇന്നലെ രാത്രി ഇത് 1 ഡിഗ്രിയോ അങ്ങനെ കണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ എണീറ്റ് ഞങ്ങളുടെ ബാൽക്കണി തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇങ്ങനെ കാണാം ഇവിടെ താഴെ എന്താ പറയുക, കൊയ്ത്ത് കഴിഞ്ഞ വയലാണ് താഴെ കാണുന്ന മുഴുവൻ. പിന്നെ ബാക്കിൽ മുഴുവൻ മല കണ്ടോ. ഇതിപ്പോൾ ഞാൻ നമുക്കൊരു വലിയ ബാൽക്കണി ഉണ്ട്. നമ്മുടെ റൂമിൻ്റെ വെളിയിൽ നിന്നോ റൂമിൻ്റെ അകത്തുനിന്നോ ഒക്കെ വരാൻ പറ്റുന്ന സൈസിൻ്റെ ഒരു വലിയ ബാൽക്കണി ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം. ഇതാണ് നമ്മുടെ റൂം. സോ ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഞാൻ താഴെ വീഡിയോയിൽ ഇട്ടേക്കാം. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു. ഇവിടുത്തെ പേരൊന്നും പെട്ടെന്ന് തലയിൽ നിൽക്കുന്ന പോലത്തെ പേരുകളല്ല. ഇപ്പോൾ ലൊബേസ എന്നാണ് നമ്മൾ നിൽക്കുന്ന ഈ ഹോട്ടലിൻ്റെ പേര്. ഹോട്ടൽ ലൊബേസ റോഡ് സൈഡിൽ തന്നെയാണ്. അതേ കണ്ടോ, അതിലെ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഇവിടെ ഹോൺ അടിക്കുന്നില്ല. സോ നമുക്കൊരു എളുപ്പ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണല്ലോ വരുന്നത്. അപ്പം ഇപ്പോൾ ആരെങ്കിലും പുറകിൽ കാണാതെ അല്ലെങ്കിൽ മിസ്സാവും, ഇപ്പം ആരെങ്കിലും നമ്മുടെ കൂടെ എത്തിയിട്ടില്ലെങ്കിൽ മുമ്പേ പോകുന്ന വണ്ടീനെ നിർത്തണം എന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഹോൺ അടിച്ചാൽ മതി. വേറെ ആരും ഹോൺ അടിക്കാത്തതുകൊണ്ട് നമ്മുടെ ഹോൺ അടി എന്തായാലും പുള്ളി കേട്ടിട്ട് വണ്ടി നിർത്തിക്കോളും. അങ്ങനെയൊരു ഗുണമുണ്ട് ഇവിടെ. ഇനി കുറച്ച് ഞാൻ ബാക്കിലത്തെ ക്യാമറ ഓണാക്കി കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് ഈ ബാൽക്കണി എന്നുള്ള കാഴ്ച. ദൂരെ നമുക്ക് കാണാം. ആ മൗണ്ടൻസൊക്കെ ഐസ് മുകളിലുണ്ട്, ഐസ് ക്യാപ്പായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ബാക്കി മുറികൾ. അതിൻ്റെ മുകളിൽ അവിടെയാണ് നമ്മുടെ അവിടുത്തെ ഭക്ഷണം കഴിച്ചത്. അവിടെ നിന്നാണ്. താഴെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. ഈ താഴെ കാണുന്നത് മുഴുവൻ തട്ടുതട്ടായിട്ടുള്ള കൃഷിസ്ഥലങ്ങളാണ്. മുമ്പിൽ മലകളുണ്ട്, മഞ്ഞ് മൂടിയത്. 6 ഡിഗ്രി നല്ല വെയിലാണ്. പക്ഷേ വെയിലാണെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല. എന്താ പറയുക, ചൂടൊന്നുമില്ല. നല്ല തണുപ്പാണ്. തണുപ്പുള്ളപ്പോൾ മേത്ത് വെയിൽ ചൂട് തട്ടുന്നതിൻ്റെ ഒരു സുഖം കൂടെ ഉണ്ട്. നമ്മളിന്ന് രാവിലെ ഇവിടെ നിന്ന് കണ്ടാണ് പോകുന്നത്. ഇന്ന് രാവിലെ നമ്മൾ മിക്കവാറും ബൈക്ക് എടുക്കില്ല എന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ കൂടെയുള്ള 4, ഞങ്ങൾ മൊത്തത്തിൽ ഇപ്പോൾ 6 പേരുണ്ട്. അപ്പോൾ കൂടെയുള്ള 4 പേര് വരുന്നില്ല എന്ന് പറഞ്ഞു. ഓരോരോ കാര്യങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയൊക്കെ. 2 പേര് നേരത്തെ പോയിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ അവർ വരുന്നില്ല പറഞ്ഞു. സോ ഞങ്ങൾ മാത്രം, ഞാനും ദിവ്യ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വെറുതെ ബൈക്ക് എടുത്ത് തണുപ്പടിച്ചുകൊണ്ട് പോകണ്ടെന്ന് വെച്ചു. തിരിച്ചു വന്നിട്ട് എന്തായാലും ഇനി തിംഫു വരെ ഓടിക്കാനുള്ള. അപ്പോൾ ഇവിടുന്ന് എന്താ പറയുക, ബൈക്കില്ലാതെ നമ്മുടെ കാറിൽ ഇലക്ട്രിക് കാറുണ്ട്, അതിൽ നമുക്ക് പോകാമെന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ബാക്കി നമുക്ക് പുറത്തോട്ട് ഇറങ്ങി ഇന്ന് ഇവിടെ ഒരു ഫെർട്ടിലിറ്റി ടെമ്പിൾ ഉണ്ട്. പിന്നെ പറ്റുമെങ്കിൽ നമ്മൾ റിവർ റാഫ്റ്റിങ്ങിനും കൂടെ പോവും. അങ്ങനെയാണ് പ്ലാൻ. അപ്പം നമ്മുടെ ഇലക്ട്രിക് കാറിൽ കയറി നമ്മുടെ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ എന്നാണ് നമ്മുടെ ഹോട്ടലിൽ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് റാഫ്റ്റിങ്ങിന് ചിലപ്പോൾ നമ്മൾ പോവും. അവിടെ ആളുണ്ടെങ്കിൽ പോവും. 2 പേർക്കൊക്കെ ആയിട്ട് ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഷെയർ ചെയ്തുപോകാനുള്ള ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് പോയി നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പതുക്കെ ആ പരിപാടി ഡ്രോപ്പ് ചെയ്ത് വരാം. നമ്മൾ നേരത്തെ കണ്ട മലയുടെ സൈഡിൽ കൂടെ കേട്ടോ പോകുന്നത്. 15-20 മിനിറ്റ് അങ്ങോട്ടേ ഉള്ളൂ എന്നാണ്. സോ ഇതിൻ്റെ പേരാണ് ഷിമി ലഖാങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മുടെ ടെമ്പിളിലോട്ട് പോകുന്ന വഴിയിൽ നിൽക്കുകയാണ്. എൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. So the actual name is this Shimi Lakang, right? Okay. ഫെർട്ടിലിറ്റി ടെമ്പിൾ എന്നാണ് നമുക്ക് പറയാൻ എളുപ്പത്തിൽ പറയാം. ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ. ഞാൻ എപ്പോഴും പറയുമ്പോൾ എല്ലാ വഴിയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ്. ഒരു വളരെ നന്നായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ്.
അതാ നല്ല വഴിയാണ്. നമുക്ക് അതൊക്കെ ചെറിയ കുഞ്ഞൊരു ഹൈക്കാണോ, അതൊക്കെ കയറി കയറിപ്പോൾ കുറച്ചുകൂടെ കേട്ടോ. നമ്മൾ എവിടെ നിരപ്പിക്കൂടെ വന്ന് ഇങ്ങനെ ഈ കല്ല് വാങ്ങിയ വഴി കൂടെ മുകളിലോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റാണ് കാണുന്നത്. ഓൾറെഡി കയറി കഴിഞ്ഞ ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങി വരുന്നുണ്ട്. സോ നമ്മളിത് കയറി നമ്മളെ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിലേക്കൂടെ കയറി വന്നിട്ട് അപ്പോൾ ഇവിടെ നല്ലതാ. ഫ്രണ്ടിൽ വലിയ ആൽമരമുണ്ട്. ഇവിടെ ബുദ്ധി സന്യാസിമാരും പിള്ളേരും ഒക്കെ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നല്ല രസം. ഒരു മലയുടെ താഴെ. ഇതിനകത്തേക്ക് നമുക്ക് വീഡിയോഗ്രാഫി ഒന്നും അലൗഡൊന്നുമില്ല, പക്ഷേ വെളിയിൽ അലൗഡാണ്. So again, if you wish to go to the Turkish Reservoir, no national animal, you can also go there. So from there starting to there. Yeah. ഇവിടെയും ഈ സാധനമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കറക്കി അങ്ങ് പോവാം. സോ ഇവിടെ നമ്മൾ ഇവിടുത്തെ വീഡിയോ നിർത്തുകയാണ്. ഇതിനകത്ത് കയറി വെളിയിലിറങ്ങി വന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതൊരു ഫെർട്ടിലിറ്റി, കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ ടെമ്പിളിൻ്റെ അകത്ത് ഒരു മെയിൽ ഓർഗൻ്റെ വലിയൊരു സ്റ്റാച്ചു പോലത്തെ സാധനമുണ്ട്, എടുക്കാൻ പറ്റും. അപ്പോൾ ലേഡീസ് അതിനെ എടുത്ത് കയ്യിൽ വയ്ക്കുക, അല്ലെങ്കിൽ അതിൽ തോളിലിങ്ങനെ ബാഗ് പോലെ ഇടാനൊക്കെ പറ്റും. എന്നിട്ട് അവർ മന്ത്രങ്ങളൊക്കെ ചൊല്ലും. ഹസ്ബൻഡ് ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് കുറച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലണം. അങ്ങനെയാണ് ഇവിടുത്തെ എന്താ പറയുക ചടങ്ങ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതാണ് ആ ചടങ്ങ് കഴിഞ്ഞ് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും എന്നാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഭഗവാന്റെ അനുഗ്രഹം കാരണം ഉണ്ടായ കുറേ കുഞ്ഞുങ്ങളുടെ അവരുടെ പാരൻസിൻ്റെയൊക്കെ ഫോട്ടോ അകത്തൊരു വലിയ അതിനകത്ത് ആൽബംസിനകത്ത് ഫോട്ടോസ് മാത്രമല്ല അവരയച്ച ലെറ്റേഴ്സൊക്കെ ഉണ്ട്. ഇവിടുത്തെ എന്താ പറയുക ഭഗവാന് ഇതൊക്കെ നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അയച്ച ലെറ്റേഴ്സും ഒക്കെ അതിനകത്ത് ഒരു വലിയ ആൽബത്തിനകത്തായിരുന്നു. പക്ഷേ അതിനകത്ത് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും അലോഡല്ല. സോ അതൊന്നും നമ്മളെടുത്തില്ല. ബട്ട് നമ്മൾ കണ്ടു അതൊക്കെ. അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മൾ മിക്കവാറും താഴെ നിന്ന് ഇതേപോലത്തെ ഇവിടെ ഒരുപാട് ഇവിടെ ഈ എന്താ പറയുക ഈ മെയിൽ ഓർഗൻ്റെ സ്റ്റാച്ചു ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട്. നമ്മൾ കയറി വരുന്ന വഴിക്ക് കടയിലും കണ്ടായിരുന്നു ഈ എന്താ പറയുക മെയിൽ സെക്ഷൽ ഓർഗൻ്റെ കുഞ്ഞ് മോഡൽസ്, ചെറിയ മോഡൽസ് അവിടെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നിന്നൊരു സുവനീറായിട്ട് വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് പോകാം. ഇവിടെയൊക്കെ ഈ നമ്മുടെ നാട്ടിൽ ഈ കാറിലൊക്കെ എന്താ പറയുക ഈ നാരങ്ങയും മുളകും ഒക്കെ കുടുങ്ങി തൂക്കിയിട്ടില്ല, അതേപോലെ ഇവിടെ ഈ പറയും പോലെ മെയിൽ സെക്ഷൽ ഓർഗൻ്റെ കുഞ്ഞ് ചെറിയ മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിനെ അവർ തൂക്കിയിടും. അപ്പോൾ അത് ആക്ച്വലി എന്താ പറയുക ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കും എന്നാണ് ഇവരുടെ വിശ്വാസം. ഇതേ സാധനം വീടുകളുടെ മുമ്പിൽ തൂക്കിയിടുക, അല്ലെങ്കിൽ അതേപോലത്തെ സ്റ്റാച്യൂസ് വീടിൻ്റെ മുമ്പിൽ വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യാറുണ്ട്. അതിവിടെ ആർക്കും ഒരു മോശപ്പെട്ട സംഭവമായിട്ടൊന്നും തോന്നുന്നൊരു സാധനമല്ല. എല്ലായിടത്തും കാണും. നമ്മൾ ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ എൻട്രൻസിൽ ഇതുപോലത്തെ സാധനമുണ്ട്. നമ്മളിപ്പോൾ താഴെ ചെല്ലുമ്പോഴത്തേനും അവിടെ ഷോപ്പിൽ ഒരുപാട് സാധനം ഇതുപോലെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ അവിടെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വലിയൊരെണ്ണം ഒരു 2-2.5 അടി പൊക്കമുള്ള വലിയൊരു ഇതേപോലത്തെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഇത്. അതെ, നമ്മൾ ഈ കടയിൽ കയറി കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ മേടിച്ചു. ഇതാണ് പറഞ്ഞു ഇവിടെ ഈ മെയിൽ ഓർഗൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ വലിയ മോഡൽസ് 2 വെളിയിൽ വെച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ബാഡ് ലക്കിൽ നിന്നൊക്കെ ഇവരെ രക്ഷിക്കും എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം. ഇവിടെ ഈ കടയുടെ മുമ്പിലുണ്ട് വലുതൊരെണ്ണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളിനി പതുക്കെ താഴോട്ട് പോകണം. നമ്മൾ ക്രാഫ്റ്റിംഗ് പോയിൻറ്റിൽ പറ്റുമെങ്കിൽ ഒന്ന് പോയി നോക്കാം. പറ്റുമെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ അമ്പലത്തിൽ അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് ഇതേ ഹോട്ടലിൽ വന്നു. നമ്മുടെ ഹോട്ടൽ ഇനി നമ്മൾ അതൊക്കെ
തിരിക്കാനുള്ള പരിപാടിയാണ്. ഇതേ റൈഡിങ് ജാക്കറ്റിനകത്തോട്ട് കയറി ലഗേജ് എല്ലാം നമ്മുടെ കൂടെ വരുന്ന വണ്ടിക്കകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മൾ പതുക്കെ തിരിക്കാനുള്ള പരിപാടി. നമ്മൾ തിംഫുലോട്ട് പോകുന്നു. തിംഫുവിൽ ചെന്നിട്ട് അവിടെ ചിലപ്പോൾ കുറച്ച് എന്താ പറയുക, അവിടെ ഏതൊക്കെ 1-2 സ്പോട്ട് കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതും പിന്നെ ചിലപ്പോൾ അവിടെ കുറച്ച് പർച്ചേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ തീർക്കും. എന്നിട്ട് നാളെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ട് വൈകുന്നേരം നമ്മുടെ ഇവിടെ എന്താ പറയുക ഫൂൻഷോയിങ്ങിൽ എത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇപ്പം നമ്മളെന്തായാലും ഉടനെ തന്നെ ബൈക്കിൽ കയറി നമ്മുടെ തിരിച്ച് ഉള്ള യാത്ര, തിംഫുലോട്ടുള്ള യാത്ര തുടങ്ങും. നമുക്കിനി ബാക്കി ബൈക്കിൽ കയറിയിട്ട് പതുക്കെ കാണാം. ഇവിടെ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും കാണില്ല, ഇന്നലത്തെ കാഴ്ചപ്പാട് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബൈക്കിൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഇന്നലെ ഇറങ്ങിയ ദോച്ചിലയിൽ നമ്മൾ വീണ്ടും വന്നേക്കാണ്. ഇന്ന് ഇവിടെ ആരുമില്ല, ആളും പേരൊന്നുമില്ല, മഞ്ഞുമില്ല. ഇന്നലെ മറ്റേ ഇതുണ്ടായിരുന്നുണ്ട്, ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് തിരക്കുമില്ല, ആളും പേരൊന്നുമില്ല, ഭയങ്കര സൈലൻ്റായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ ഇറങ്ങി. നമ്മൾ ഇന്നലെ കണ്ട മറ്റേ ഇവിടെ നിന്നൊരു മൗണ്ടൻ കാണിച്ചു തന്നില്ലായിരുന്നോ, മൗണ്ടൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്, ചൈനയുടെ ബോർഡർ എന്ന് പറഞ്ഞിട്ട്, അവിടെയൊക്കെ ഇന്ന് നമുക്ക് അത്യാവശ്യം കാണിച്ചു തരാം കേട്ടോ. എന്ന് വെച്ചാൽ എന്താ പറയുക, മേളിൽ മറ്റേ സ്നോ ക്യാപ്ഡ് ആയിട്ടുള്ള മൗണ്ടൻസൊക്കെ കാണാം. ഞാൻ ക്യാമറ മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇതാണ് അങ്ങ് ദൂരെ കാണുന്ന മൗണ്ടൻസ്. ആക്ച്വലി ഭൂട്ടാൻ ചൈന ബോർഡർ ആണ്, ഹിമാലയസിൻ്റെ ഒരു സൈഡാണത്. അതിൻ്റെ അപ്പുറം ചൈനയാണ്. അതുണ്ടോ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. അതിനകത്ത് 108 ഇതേപോലെ സ്തൂപങ്ങളുണ്ട്. ഈ സാധനത്തിൻ്റെ മുകളിൽ മുമ്പൊരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ പാൻഡമിക് കഴിഞ്ഞ ആ ടൈമിലെങ്ങാണ്ട് ഇന്ത്യയിൽ നിന്ന് കുറച്ച് പിള്ളേർ വന്ന് ഇതിൻ്റെ മുകളിൽ കയറിന്ന് ഫോട്ടോ എടുത്തു. അതാണ് ഇപ്പോൾ പുറത്തുനിന്നുള്ള സ്വന്തം വണ്ടികളിലും ഒക്കെ വരുന്നവർക്ക് പെർമിറ്റ് ഇതായിട്ടുള്ള കൂട്ടിയിട്ടുള്ളത്. പെർമിറ്റ് അല്ല, സെസ് കൂട്ടിയിട്ടുള്ളത്. ആ സെസ് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ എന്താ പറയുക, ഇവിടുത്തെ ഒരു ഗൈഡ് കമ്പൾസറി ആക്കിയത് ആ കാരണം കൊണ്ടാണ്. എന്നുവെച്ചാൽ ഇതിന് മുന്നേ ആ സംഭവം ഉണ്ടാവുന്നതിന് മുന്നേ ഇതൊന്നും വലിയ മാൻഡേറ്ററി അല്ലായിരുന്നു. വെച്ചാൽ പുറത്തുനിന്ന് വരുന്നവർക്ക് അവരുടെ സ്വന്തം വണ്ടിയിലൊക്കെ ഇവിടെ കറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ചെറിയൊരു ഫീ ഉണ്ടായിരുന്നുള്ളൂ, 100 രൂപയുടെ സെസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഇൻസിഡൻറ്റിന് ശേഷമാണ് ഇവരിതെല്ലാം കൂട്ടിയത്. നമ്മൾ ഒരിക്കലും നമുക്ക് തന്നേക്കുന്ന ഫ്രീഡത്തിനെ എന്താണ് സ്പോയിൽ ചെയ്യാൻ പാടില്ല. അത് ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോയി. ഇപ്പോൾ പിന്നെ എപ്പോഴും ഗൈഡ് വേണം. അങ്ങനത്തെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഒന്നും അവർ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട് ഇവിടെ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ നാൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇവർ തിരിച്ച് പഴയതുപോലെ ആക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്നുവെച്ചാൽ ഭൂട്ടാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മോണിമെൻറ്റ്സും അവരുടെ അമ്പലങ്ങളും ഒക്കെ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതിൻ്റെ മുകളിൽ ഒരാൾ എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഓഫ് കോഴ്സ് അതിന് മുകളിൽ റെസ്ട്രിക്ഷൻസ് വയ്ക്കും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. നല്ല തണുപ്പുണ്ട്, പക്ഷേ ഇന്ന് സ്നോയും കാര്യങ്ങളൊന്നുമില്ല. സോ ജെൻസൺ നമുക്ക് ഈ സ്തൂപത്തിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു തരുമായിരുന്നു. ആക്ച്വലി 2003 ഇവിടെ ഒരു വാറുണ്ടായി. ഉൾഫ കേട്ടിട്ടുണ്ടാവും. ഉൾഫ എന്ന് പറഞ്ഞ തീവ്രവാദി ഗ്രൂപ്പും
ഇവരുമായിട്ട് ഇവിടെ ഒരു വാറുണ്ടായി. ഫൈനലി ഇവരുടെ ഇവിടുത്തെ കിങ്ങാണ് ആ ടൈമിൽ ഇവിടുത്തെ വാറ് ലീഡ് ചെയ്തത്. സോ ഭൂട്ടാനായിരുന്നു വിജയം. സോ അതിൻ്റെ ഓർമ്മയ്ക്ക് ഉണ്ടാക്കിയതാണ് ഈ സ്തൂപങ്ങൾ. 108, ഈ ചെറുത് 108 എൻ്റെ സെൻട്രലൊരു വലുതുമുണ്ട്. അപ്പോൾ ആ സെൻട്രലുള്ളത് ആക്ച്വലി എന്താ പറയുക, വിക്ടറി, ഇവർക്ക് ജയിച്ചതിന് ഉള്ള ഒരു മോണ്യുമെൻ്റായിട്ടും, പിന്നെ ബാക്കി 108 ആക്ച്വലി ഈ വാറിൽ പങ്കെടുത്ത അല്ലെങ്കിൽ മരിച്ച പട്ടാളക്കാരുടെ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിലെ ആൾക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് ഇവിടുത്തെ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടായത്. കാരണം ഇതിൻ്റെ മുകളിലൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ ഈസി ആയിട്ടൊരു മനുഷ്യന് കയറാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഇവരുടെ ഇതിനോടൊക്കെ ഉള്ളൊരു അനാദരമാണ്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ട്രാവൽ ചെയ്യുന്നവർക്ക് അവിടുത്തെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെ പ്രോപ്പർട്ടീസിനെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്, നശിപ്പിക്കാനുള്ള ബാധ്യതയല്ല. അപ്പോൾ അവരങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാക്കിയത് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. ഞങ്ങളെന്നാൽ പിന്നെ ഇതിനൊരു വലം വയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പുണ്ട്. ചെറുതായിട്ട് ഈ പുല്ലിൻ്റെ വെള്ളി കാണുന്ന മഞ്ഞ കണ്ടോടെ. ഇന്നലത്തെ ഇല്ല, ഇന്നലെ നല്ലോണം ഉണ്ടായിരുന്നല്ലോ, ഇന്ന് ഇച്ചിരിയേ ഉള്ളൂ. സോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഫുഡൊക്കെ കഴിച്ചു. ലഞ്ച് കഴിഞ്ഞിട്ട് ഇവിടെ സിംപ്ലി ഭൂട്ടാൻ എന്നൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അത് ആക്ച്വലി ഇവിടുത്തെ എന്താ പറയുക, ഈ ഭൂട്ടാനീസ് കൾച്ചറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ലൈവ് മ്യൂസിയം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിനകത്ത് കയറാമെന്ന് വിചാരിച്ചു. ഒരാൾക്ക് 500 രൂപ ടിക്കറ്റ്, ഒരാൾക്ക് 1000. ഒരാൾക്ക് 1000 രൂപ ടിക്കറ്റാണ്. ഏതാ ജാക്കറ്റോ? അപ്പോൾ നമ്മൾ കയറാൻ തുടങ്ങണം. നമ്മൾ കാറിനകത്ത് ജാക്കറ്റൊക്കെ ഊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ടൊക്കെ കയറാം. സോ നമ്മളിത് ജാക്കറ്റൊക്കെ അഴിച്ചു. അടുത്തതിനകത്ത് കയറുകയാണേ. അതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഗേറ്റ് 200 വർഷം പഴക്കമുള്ളതാണ്. എൻട്രി ഇവിടെ റിസപ്ഷൻ പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. For now, for like 40 minutes, she will be your guide. ഓക്കെ. നമുക്കകത്ത് വേറെ ഗൈഡുണ്ട്. Yes, sir, ma'am. So you all can house it first. Fine. Okay, so firstly, very warm welcome to Simply Bhutan. So my name is Kamali Rai. So I'll be in-house guide for the end of your tour. Okay. So here you are. Feel free to take a pictures, make a videos. If you want a picture, I'll help you. Okay. So in Bhutan, we have a culture that whenever we receive visitor and guest, we just welcome them with a local wine. So it's made up of the fermented wines. So before drinking, we have to offer to our local deities. So you need to hold it in your right hand and wait for the instruction. Hold on, okay, hold on. Yeah. Hold on. So she will instruct you. ഓക്കെ. സോ നമുക്ക് ഇവിടെ വൈൻ കിട്ടി. ഇനി ഇവർ ഇൻസ്ട്രക്ട് ചെയ്യും ഇതെങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന്. ഐ വിൽ ടേക്ക്. No issues. And with the left ring finger, just dip it in the wine like this. Okay. And then sprinkle in the air, saying she, for 2 times. She. Habit we are offering to our local deities before Okay. drinking also like for them to try. Okay. You can enjoy your drinks. So would like to have some more?
Yeah. So in our culture, if we take second shower, then we will not get hangover. Okay. That's so this also we need to do all the. And if you have 3, 4, if you have 3, 4, then you will never get hangover. Then you will sleep. Acha, nice. No, don't join. Okay. No, thank you. Country. So Yeah. you can see the first king, his name is Ugin Wangchu, and then dates below were the ruling periods, not date of birth. And before him, there was no king in our country, so our country was all divided in a small part, ruling by the different region affiliated. And during that time, in our country, there was a civil war within the Bhutan only. So during that time, Ugin Wangchu, he won the battle and he became king in the 1907. In Bhutan to the east. Here you can see the Pandit Nehruji and his daughter Indira Gandhi. And this picture was taken in the September 1958 when the Indian Prime Minister was visiting our country for the first time at a foreign. They were shaped like this in the form of lotus flower shape like this. And then like there is no any nail and metal are not used here to join some part like this. Okay. So they use this interlocking system. Oh, okay. And in the olden days, if the window shape is not like this, the government not allow them to build the house. Till now also, whenever we build the house, we have to ask the permission for government, but it's our head whether to build like this or not. Okay. They're far different, so that nowadays there's such like online, so they'll chat each other, they'll talk to online, they can happen to like each other, they can get married online. But the olden days, such so whenever they're coming for work, they can flat among themselves, teach each other. If they happen to like each other, then you must keep learning to understand. There's a fair of it. You can try this kid, and if you feel like it or later on, you can take a picture with them. എല്ലാവരും ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന അരകല്ല് പോലത്തെ ഒരു സാധനം. ഇത് പൊടിക്കാനുള്ള സാധനം. ഇത് ഓർമ്മയുണ്ടോ? നമ്മുടെ ഇവിടെ അരകല്ല് എന്ന് പറഞ്ഞ സാധനമാണിത്. എക്സ്പേർട്ട്. Like especially girls, they don't ഇതൊക്കെ ബുദ്ധൻ. ആ നീല കളറുള്ളത് ബുദ്ധനാണ്. ഇത് തലയിലുള്ളത് 5 ബുദ്ധിയുടെ 5 കേന്ദ്രങ്ങളും കാണുന്നതാണ്. ഇത് യമരാജാവ്, ഇത് ചിത്രഗുപ്തൻ, പിന്നെ ഇത് 2 എന്തോന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. ഇത് വാട്ടബാണ്. ഒരു മെഡിസിൻസ് ഒക്കെ വെച്ചിട്ട് കല്ലൊക്കെ ചൂടാക്കി ഇതിനകത്തിട്ട് അങ്ങനെയാണ് ചൂടുവെള്ളം ഉണ്ടാക്കുന്നത്. മിനറൽസ് ഉള്ള കല്ലിനെ ചൂടാക്കി ഇതിനകത്ത് വെക്കും. അടുത്ത് ഇവിടെ ഒരു ഫെർട്ടിലിറ്റി ഗാർഡൻ ഉണ്ട്. നമ്മൾ രാവിലെ പോയ അമ്പലത്തിൻ്റെ അവിടെ ഉള്ളതുപോലെ ഇവിടെ ഈ പ്രതിമകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. So, अभी आपने टेस्ट किया butter tea? You ever tried butter tea? Okay. So if you have not tried it, I'll take you to the restaurant later on. So this is how they used to make a butter tea in the olden days. Okay. But nowadays they have a machineries. Okay. So to make a butter tea, first they will put the hot water here, hot water, chili, butter, and then salt. After that, they will turn it like this for 10 to 15 minutes. Turn it like this for 10 to 15 minutes. So when he was 2 years old, he got a disease called cerebral palsy. After that, he had little movements of his body. But he can do all the work with his leg.
And then when he was young, our Queen Mother found him, adopted him. Then our Queen Mother asked him, "What do you want for the living life? Like cars, buildings, like a luxury life." But he didn't ask for the luxury life. He asked for education, and then our Queen Mother enrolled him in a huge crafting and painting for 6 years. After that, he also did graduation from that school. After his graduation, whatever his those crafting and beautiful painting were all done by his foot only. And then like President of Diane, she also given him appreciation certificate for loving his own life, and he have a lot of trophy that he has received from Diane. ഇവിടെ അവരുടെ ഒരു അടുക്കള പോലത്തെ സെറ്റപ്പാണ്. ബാക്കി ഹീറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല തണുപ്പാണ് അകത്ത്. കഴിക്കാൻ വേണ്ടി സാധനമാണ് ഇത്. ബട്ടർ ടീക്കകത്ത് ഇവർ റോസ്റ്റഡ് റൈസും അതും നമ്മുടെ അവൽ പോലത്തെ സാധനം അത് കിട്ടും. ഇതെൻ്റെ കൂടെ കഴിക്കാനുള്ള സാധനം. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടേ, ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറ. കളപ്പോ ഞാനും കൂടെ നോക്കട്ടെ. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ അമ്പെയ്ത്ത് കളി കളിക്കാൻ പോകണം. അമ്പെയ്ത് അതിൽ കൊണ്ടു കഴിഞ്ഞാൽ അവർ നമുക്ക് ഡാൻസ് ചെയ്ത് തരും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് അകത്ത് വെക്കുന്നവർ നവംബർ എങ്ങനെ ചെയ്യണം നോക്കാം. Up, 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 Naresh bhai, up, up. Oh! എണ്ണം നമ്മൾ കൊള്ളിച്ച പാൻ്റെ ഡാൻസ്. നോക്കിക്കോട്ടോ, ഇപ്പം അതിന് കൊള്ളിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ. ഓക്കെ, ആ സൂപ്പർ. ആ സൂപ്പർ. ഉണ്ടാവോ? നല്ല തണുപ്പായി തുടങ്ങി. നമ്മൾ ഇത്ര നേരം കയറി വന്ന വഴി ഇവിടുത്തെ ഒരു വലിയ ബുദ്ധൻ്റെ പ്രതിമ കാണാനായിരുന്നു. ബുദ്ധ പോയിൻ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇവരുടെ ഭാഷയിൽ എന്തോ പറയുന്നത്? എവിടെ
ഇവരുടെ ഭാഷയിൽ എന്തോ പറഞ്ഞേ? The point അല്ലെങ്കിൽ എന്തോ ഒരു പേര്, അത് മറന്നുപോയി. കാണിച്ചാൽ കേട്ടോ എന്തുവാണ്. ഇപ്പം ഇതിൻ്റെ വലിപ്പം കമ്പയർ ചെയ്ത് കാണിക്കാൻ അടുത്തൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിൽക്കുന്ന ഇതില്ലേ സ്റ്റാച്യൂസ്, കുഞ്ഞ് സ്റ്റാച്യൂസ്, അതിന് ഏകദേശം ഒരു 2 പൊക്കം ഉണ്ടാവും. ആ സ്റ്റാച്യൂവിന് മാത്രം, ഇതിൻ്റെ പീഠത്തിനല്ല. അത് വെച്ച് ഏകദേശം സൈസ് നിങ്ങൾ ഊഹിച്ചോളാം. അത്രയും വലുത്, ഭയങ്കര തണുപ്പ്, വർത്തമാനം പറയുന്നത്. വൈകുന്നേരമായിട്ട് ആൾക്കാരൊക്കെ കുറവാണ്. പിന്നെ ഇപ്പോൾ ഇത് സീസണല്ല കേട്ടോ, ഇവിടെ ഓഫ് സീസണാണ്. അതുകൊണ്ടാണ് മൊത്തത്തിൽ നമ്മളൊരു ആൾ കുറവ് ഫീൽ ചെയ്യണം എല്ലായിടത്തും. ഇപ്പം നമുക്ക് ഏകദേശം ഇതിൻ്റെ സൈസിൻ്റെ ഇത് ഐഡിയ കിട്ടും. നമ്മുടെ ചേട്ടന്മാരെല്ലാം ഇവിടെ ഉണ്ട്, പ്രതിമ അവിടെ ഉണ്ട്. ഇത്രയും വലുതാണ് ഈ സാധനം, നല്ല വ്യൂ ആണ് ഇവിടെ. ഇതൊക്കെ ആൾക്കാർ ചാൻഡിങ്ങിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് ഈ ബോക്സ് പോലത്തെ സാധനം. ഇത് അടിയിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്, സോ ആർക്കും എടുക്കാൻ തോന്നുന്നില്ല. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ടു. ഇവിടെയൊക്കെ ഐസൊക്കെ നിറഞ്ഞിട്ട് മല കാണാം. മുകളിലൊക്കെ ഐസിൻ്റെ വെള്ളച്ചാട്ടത്തിലാണ് ചെറുത്. ഇത്തിരി ഇരുട്ടായപ്പത്തിന് ഇവരവിടുന്ന് ലൈറ്റൊക്കെ ഉണക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. വർത്താനം പറയാൻ നല്ല ബുദ്ധിമുട്ടാണ്. തണുപ്പ് ഭയങ്കര തണുപ്പ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ. ഇതിനകത്ത് ഈ എൻ്റെ പീഠത്തിനകത്തൊരു അമ്പലമുണ്ട്. അതിനകത്ത് 1,25,000 കുഞ്ഞു ബുദ്ധൻ്റെ സ്റ്റാച്യു ഉണ്ട്. ഇതേപോലത്തെ ചെറുത് 6 to 8 ഇഞ്ച് സൈസുള്ള ചെറിയ സ്റ്റാച്യൂസ്. ഇപ്പോൾ ഓപ്പൺ ആയതിനെ കാണുന്നത്, പക്ഷെ അത് ഇപ്പോൾ ഓപ്പൺ അല്ല. വലിയൊരു പീഠമാണ്. അതിൻ്റെ മുകളിലാണ് ഇത്ര വലിയൊരു എന്താ പറയുക ബുദ്ധൻ്റെ പ്രതിമ ഇരിക്കുന്നത്. അടിപൊളി സ്ഥലം. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റിംഗ് ബുദ്ധ സ്റ്റാച്യു ആണ്, ബുദ്ധൻ്റെ ഇരിക്കുന്ന പ്രതിമ. ഇതാണ് ഇവിടെ നമ്മൾ നൈറ്റ് വ്യൂ. താഴെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളി ലുക്കായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ താഴോട്ടിറങ്ങാൻ തുടങ്ങാം. ഏകദേശമൊക്കെ രാത്രിയായി. സോ ഇന്ന് നമ്മുടെ യാത്രയുടെ ലാസ്റ്റ് ദിവസമാണ്. ഞങ്ങളെന്താ യാത്രയുടെ ലാസ്റ്റ് ദിവസം വെച്ചാൽ നമ്മുടെ ഭൂട്ടാൻ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ തിരിച്ച് ഇന്ത്യയിലോട്ട് പോവും, സിലിഗുരിയിലോട്ട് തിരിച്ചു പോവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ ഭൂട്ടാൻ്റെ നാഷണൽ അനിമലാണ് ടാക്കിൻ എന്ന് പറഞ്ഞ മൃഗം. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിസർവ് ഉണ്ട് ഇവിടെ. അതിൻ്റെ ഒരു ചെറിയ സൂ പോലത്തെ സെറ്റപ്പാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രിസർവേഷൻ ഏരിയ ഉണ്ട് ഇവിടെ. സോ നമ്മളതിനെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. ആക്ച്വലി ഇത് ഇവരുടെ എന്താ പറയുക ബുദ്ധൻ പുതിയതായിട്ടുണ്ടാക്കിയെന്ന് പറയപ്പെടുന്നൊരു അനിമലാണ്. 2 മൃഗങ്ങൾ, ഒരു ആടിൻ്റെ തലയും പിന്നെ ഒരു പശുവിനെ പോലത്തെ ഒരു ജീവിയുടെ തലയും കൂടെ ചേർത്ത് വെച്ച് ബുദ്ധൻ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നൊരു മൃഗമാണ് ഈ ടാക്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെന്തായാലും അതിനകത്തോട്ട് കയറി അതിനെ കണ്ടേച്ച് വരാം. ഇതൊരു വലിയ ഏരിയ ആണ്. ഇതിൻ്റെ അകത്തൊക്കെ ഇതിൻ്റെ പടമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ അനിമലൊക്കെ ഉള്ളത്. ഇവരുടെ മിത്തോളജിയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൃഗമാണിത്. ഇതിനകത്ത് ഈ ടാക്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടാക്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ കുറച്ച് മാൻ പോലത്തെ സാധനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞേ. ഇങ്ങനെയാണ് ഇതിനകത്ത് നടന്നു പോകണേ. ഇതേപോലെ പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നമുക്ക് ഈ പറഞ്ഞ മൃഗങ്ങളെ കാണാം. ഇതാണ് ഇവിടെ ടാക്കിൻ എന്ന് പറഞ്ഞ മൃഗം. സംഭവം ഒരു വെറൈറ്റി ഷേപ്പുള്ളൊരു മൃഗമാണ്.
അപ്പോൾ ഇത് പറഞ്ഞ് ഇതൊരു സൂ അല്ല, ഇത് ഇതിൻ്റെ ഒരു റിസർവ് ആണെന്നേ ഉള്ളൂ. സോ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ, നമ്മുടെ വേറെ എവിടെ ഇതിനെ കാണാൻ പറ്റില്ല. നല്ല രസമുണ്ട് ഞാൻ കാണാൻ വേണ്ടി. എൻ്റെ ഒരു കുഞ്ഞ് നടന്നു വരുന്നുണ്ട്. അതിൻ്റെ വെറൈറ്റി ഷേപ്പുള്ള, ശരിയാണ്, ഒരു ആടിൻ്റെ തല വലുതാക്കി വെച്ചാലോ ഉണ്ട് എൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ ശരീരം. സോ ടാക്കൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വന്യജീവിയാണ്. വീട്ടിലും ഒന്നും വളർത്താൻ പറ്റില്ല ഇതിനെ. ഇത് ഇവിടുത്തെ കാട്ടിലും ഇനി ഇതേപോലത്തെ ഇവിടെ ഈ പ്രിസർവിലൊക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഇനി ഒരു 1-2 മറ്റേ യാക്കുണ്ടെന്ന് പറഞ്ഞു. അതല്ലാതെ സാമ്പാർ ഡീറും പിന്നെ വേറെന്താ ബ്ലൂ ഷീപ്പോ അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അതൊക്കെ ഇതിലെ കൂടെ കയറി ഇങ്ങോട്ട് പോയി വ്യൂ റേഞ്ചിൽ കൂടെ കയറി കഴിഞ്ഞാൽ മേളിൽ നിന്നുള്ള വ്യൂ കിട്ടും. അത് നല്ല വൃത്തി കാണാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന സാമ്പാർ ഡീർ എന്ന് പറഞ്ഞ സാധനം എന്താ പറയുക, മ്ലാവ്. അത് എൻ്റെ ഒരു കുഞ്ഞും അവിടെ കിടക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട സാധനം സാമ്പാർ ഡീറിൻ്റെ കുഞ്ഞല്ല കേട്ടോ, അത് ഇവിടുത്തെ ഒരു ആടാണ്. ഇവിടെ മൗണ്ടൻ ക്ലിഫ്സിലൊക്കെ കാണപ്പെടുന്ന ഒരു ആടാണിത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൻ്റെ കുഞ്ഞാണെന്ന്, പക്ഷേ എൻ്റെ കൊമ്പ് കണ്ടപ്പോൾ ഞാൻ ആക്ച്വലി മനസ്സിലാക്കേണ്ടതായിരുന്നു, പക്ഷേ മനസ്സിലായില്ല. സാമ്പാർ ഡീറിൻ്റെ കൊമ്പ് ഉണ്ട്, അത് ഇതേപോലെ ഇരിക്കും, കവരങ്ങളൊക്കെ ഉള്ളതോ. മറ്റത് കറക്റ്റ് ഒരു ആടിൻ്റെ കൊമ്പ് പോലെ തന്നെ ഉണ്ടാകും. മേളിൽ ഇതൊരു യാക്ക് കിടപ്പുണ്ട്, അടുത്ത് കാണാൻ പറ്റുമെന്ന് നോക്കാം. സാമ്പാർ ഡീറിൻ്റെ കുഞ്ഞ് ഇതേ ഇവിടെ ഉണ്ട്. കിടക്കുന്ന ചെറുതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ചെറുത് വല്ല മേളിൽ ഇതേ ഒരു യാക്ക് കിടക്കുന്നുണ്ട്. ഇതേ അവിടെ ആയിട്ട് കിടക്കുന്നൊരു വലിയ യാക്ക്. അവിടെ ഒരു മൃഗം കിടപ്പുണ്ട്. എവിടെ അതായത് ഹിമാലയൻ ബ്ലൂ ഷീപ്പ് എന്ന് പറയുന്ന സാധനം. അത് മൗണ്ടൻസിലും ക്ലിഫ്സിലും ഒക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ കിടക്കാണ്, ഇനി കിടക്കുന്നൊന്നുമില്ല. ഇത് ഇത്രയും ഭംഗിയുള്ള സാധനം ഹിമാലയൻ മണാൽ എന്ന് പറയുന്നത്. ഇതിന് വെയിലത്ത് കാണണം. You should see this in the sunlight. So there are n number of colors in its body. You can see. അവിടെ എന്തോരം കളേഴ്സ് ആണെന്നറിയാൻ സമയത്ത് വെയിൽ വരുമ്പോഴത്തേനും ഇത് ഭയങ്കര കളറാണ്. എത്ര കളർന്ന് എടുക്കാൻ പോലും പറ്റില്ല. അത് മെയിലിന് മാത്രമേ ഉള്ളൂ ഇത്രയും കളേഴ്സ്. ഫീമെയിൽ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരുമാതിരി ബ്രൗൺ കളറാണ്. എന്നാൽ നമുക്ക് ഒരു ടക്കിന് അടുത്ത് നിന്ന് കാണാം കേട്ടോ. ഞാൻ നിൽക്കുന്നു ഇവിടെ. ഇതിന് തീറ്റ കൊടുക്കാനാണ് തോള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഇത് മെയിലാണ്. നമ്മുടെ ഒരു പശുവിൻ്റെ ഏകദേശം സൈസുള്ള സാധനമാണ്. ഇതാണ് ഇവൻ്റെ ഫുഡ് ഇവിടെ കൊടുത്തതാണ്. നമ്മുടെ കടലയും ചോളവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചുമന്ന കടലയും ചോളം എടുത്ത് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. നോക്കാം. ഭയങ്കര പ്രോട്ടീൻ റിച്ച് ഫുഡൊക്കെയാണ് കൊടുക്കുന്നത്. നമുക്ക് വീണ്ടും അടുത്ത് കിട്ടി. തണ്ട ഇവർക്ക് ഇവിടെ നല്ല ന്യൂട്രീഷ്യസ് ഫുഡ്. ഇതെന്ത് ഇല പോലത്തെ സാധനമൊക്കെ കഴിക്കുന്നത്, അതും ഇവിടെ ചില മറ്റേ ഇതിനകത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഇതിനകത്ത് ചോളം ആണ് കൊടുത്താണ് നേരത്തെ വരുന്നത്. കൂടുതൽ നോക്കിയാൽ വരുന്നുണ്ട് കേട്ടോ. ഇല്ല അതുകൊണ്ട് എൻ്റെ അമ്മേ നല്ല വലിപ്പമുണ്ട്. സോ നമ്മൾ ടാക്കിനെ കണ്ടൊക്കെ കഴിഞ്ഞു. ടാക്കിനെ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നു. ഇനി നമ്മൾ തിരിച്ച് ഇന്ത്യയിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇന്ന് ഏകദേശം മിക്കവാറും വണ്ടിയില്ല. ഇവിടെ നിന്നൊരു 4-5 മണിക്കൂർ യാത്രയാണ് നമുക്ക് ഫുൻഷോലിംഗ് വരെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബോർഡർ കടന്ന് ജയ്പൂരിൽ പോയിട്ട് ജയ്പൂരിൽ നിന്ന് പിന്നെ അടുത്ത് നമ്മുടെ ഏതാ വണ്ടി എന്ന് വെച്ചാൽ വരുന്ന വണ്ടിയിൽ കയറിയിട്ട് ഇവർ അറേഞ്ച് ചെയ്ത ടാക്സിയിൽ സിലിഗുരിയിലോട്ട് പോകും. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. നമ്മുടെ ട്രിപ്പ് ഏകദേശം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഫുൻഷോലിംഗിൽ എത്തി. എന്നിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ കുറച്ച് നേരം വണ്ടി നിർത്തി നമ്മുടെ എന്താ പറയുക സാധനങ്ങളൊക്കെ തിരിച്ച് വണ്ടിക്കകത്ത് കയറ്റി
ഇനി നമുക്ക് നമ്മുടെ ഓർഡറിൽ ചെന്ന് പുറത്തിറങ്ങാം. അതേ ഉള്ളൂ പരിപാടി. ഇനി വേറെ ഇനിയിപ്പം 2 ദിവസം നമുക്ക് വേറെ പരിപാടി ഒന്നുമില്ലല്ലോ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായി. ശനി ഞായറും നമ്മൾ എന്താ പറയുക, ഞായറാഴ്ച തിരിച്ചു പോകും. ഞായറാഴ്ച നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നാളെ ഒരു ദിവസം സിലിഗുരിയിലുണ്ട് എന്തെങ്കിലും ഷോപ്പിംഗ് പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വ്ളോഗിങ് സീരീസ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. ബൈ.